എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പം സമയം ഏകദേശം ഒരു 4-4:15 ഉള്ളൂ കേട്ടോ. രാവിലെ 4:15 അപ്പോൾ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു സ്ഥലം വരെ യാത്ര പോവുകയാണ്. അപ്പോൾ ഇന്നൊരു യാത്രാ വിശേഷങ്ങളായിരിക്കും കേട്ടോ. എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക്, അമ്മ ജനിച്ചു വളർന്ന നാട്ടിലേക്കാണ് യാത്ര, വയനാട്ടിൽ. അപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം, ഇപ്പോൾ വൈശാഖ മാസം തുടങ്ങുകയാണ്. അമ്മയ്ക്ക് അമ്മേൻ്റെ നാട്ടിലുള്ള അമ്പലങ്ങളിലൊക്കെ തൊഴണം. തിരുനെല്ലിയും തൃശ്ശേരിയും വള്ളിയൂർക്കാവും ഒക്കെ തൊഴണം എന്നൊക്കെ മോഹം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് അങ്ങോട്ടേക്ക് യാത്രയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പൊതുവേ ഞാൻ യാത്രാ വീഡിയോസ് ഇട്ടാൽ ആരും അങ്ങനെ കാണാറില്ല. എനിക്ക് അറിയുന്നത് പോലെയൊക്കെ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ അവിടുത്തെ ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. എങ്കിലും ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അമ്മേൻ്റെ കസിൻസ് ഉണ്ട്, അമ്മേൻ്റെ അനിയത്തി ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും പറ്റുന്ന വീടുകളിലൊക്കെ ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊക്കെ ഉള്ളൊരു യാത്രയാണ്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി യാത്രാ വഴിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ കുറ്റിയാടി ചുരം വഴിയാണ് പോകുന്നത്. കുറ്റിയാടി ചുരത്തിലെ കാഴ്ചകളും ഒക്കെ കാണിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ കാണിച്ചു തരാം. കാരണം രാവിലത്തെ സമയമാണ് പോകുന്നത്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം അത്രയും സമയമുള്ളൂ. ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. പിന്നെന്താ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. ഓക്കെ, റെഡിയായി, അമ്മ റെഡിയായി, മോഹനേട്ടൻ റെഡിയായി, മോൻ റെഡിയായി, എല്ലാം റെഡിയായി. അമ്മയ്ക്ക് അമ്മേൻ്റെ നാട്ടിൽ പോകുന്ന സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചുരത്തിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. രാവിലെ സമയമായതുകൊണ്ട് ഇത് കാണാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, എങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആകാശമൊക്കെ ആ രാവിലെ ഒരു നേരം വെളിച്ചായി വരുന്ന നേരത്താണ് ഞങ്ങൾ യാത്ര. അങ്ങനെ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കയറിക്കൂടെ തുടങ്ങി. അങ്ങനെ അവിടെ എത്തട്ടോ, നേരത്തെ എത്തുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ നേരത്തെ എത്തുന്നുണ്ട്. വയനാട്ടിലെ വിശേഷങ്ങൾ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാര്യമായിട്ടും അമ്പലത്തിൽ പോകാമെന്നുള്ളതായിരുന്നല്ലോ. അമ്പലത്തിൽ പോയി. പിന്നെ കുറേ കുടുംബക്കാരുടെ അടുത്തൊക്കെ പോയിട്ടോ. കുറേ കുടുംബക്കാരുണ്ടായിരുന്നു, അവരുടെ അടുത്തൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു തേയിലത്തോട്ടാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വള്ളിയൂർക്കാവ് അമ്പലത്തിലാണ് കേട്ടോ എത്തിയത്. ഒരു 6:30 മണിയോടുകൂടി വള്ളിയൂർക്കാവ് അമ്പലത്തിലെത്തി. അവിടെയൊക്കെ തൊഴുതു. നല്ല വൃത്തി, നല്ല ഭംഗിയുള്ള നല്ലൊരമ്പലം, വളരെ ശാന്തത, ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷം കേട്ടോ. ഇത് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്നത്. ഇതിൻ്റെ താഴെ റോഡോ വയലോ എന്തോ ആണ്. കുറച്ച് ദൂരമൊക്കെ ഞങ്ങൾ നടന്നു കേട്ടോ, ഞാനും മോനും കൂടെ. മോനപ്പം താഴേന്ന് കയറി ഓടി വരുന്നുണ്ട് കേട്ടോ. അവന് നല്ല ഇഷ്ടമായി ഈ സ്റ്റെപ്പും ആ സ്റ്റെപ്പിന് സ്ഥലത്ത് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. ഈ അമ്പലത്തിൽ 14 ദിവസം ഉത്സവമുള്ള ഒരു അമ്പലം കേട്ടോ. അതാണ് രസം. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയാം ഈ അമ്പലം കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരുനെല്ലിയിലേക്ക് പോവുകയാണ് കേട്ടോ. ആ വള്ളിയൂർക്കാവുന്ന തിരുനെല്ലി പോണ വഴി കുറേ മാൻകുട്ടികളെയും മയിലിനെയും മാനിനെയും ഒക്കെ കണ്ടു കേട്ടോ. ആനേനെ കാണുന്നുള്ള പേടിയുണ്ടായിരുന്നു. അങ്ങനെ തിരുനെല്ലി എത്തി. ഞങ്ങൾ അപ്രദക്ഷിണ വഴിയായി മുന്നിലേക്ക് വരികയാണ് കേട്ടോ. തിരുനെല്ലി അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ്. ആ പഴയ ഭംഗിയെല്ലാം ഇപ്പോൾ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടുള്ള കൽത്തൂണുകളെല്ലാം പൊളിച്ചു മാറ്റി ഇപ്പോൾ വേറെ രീതിയിലേക്ക്. കണ്ടില്ലേ ഈ കൽത്തൂണൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത് വെള്ളം വരുന്നതാണ് കേട്ടോ. അമ്പലത്തിലേക്ക് കിണറില്ലല്ലോ, അത് കണ്ടില്ലേ കരിങ്കൽ പാത്തിയാണ് കേട്ടോ. അങ്ങ് ദൂരേന്ന് വെള്ളം, ശുദ്ധജലം ഈ കരിങ്കൽ പാത്തി വഴിയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു ഭംഗി. ഈ കരിങ്കൽ തൂണുകളൊന്നും ഇനി കാണാനുണ്ടാവില്ല, അതാണ് ഒരു സങ്കടം. അപ്പോൾ ഞങ്ങൾ എത്തുന്ന സമയത്ത് ശീവേലിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശീവേലി കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് ഉപ്പുമാവൊക്കെ കഴിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ, കുറച്ച് കൊണ്ടാട്ടത്തിൻ്റെ ഒരു പപ്പടമൊക്കെ വാങ്ങി. ഇയാളെല്ലാവർക്കും അറിയുണ്ടാവില്ലേ, നമ്മുടെ സുഭാഷ് സുഗു. നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള മുളയരി പായസം ഉണ്ടാക്കുന്ന. അപ്പോൾ അമ്മയ്ക്ക് ഇയാളെ എപ്പോഴും കാണും കേട്ടോ, സുഭാഷിനെ. അതുകൊണ്ട് തന്നെ അമ്മ പരിചയപ്പെടാൻ പോയതാണ്. സുഭാഷിനെ പരിചയപ്പെട്ടു, വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് പായസം മോനേട്ടൻ ഒരു ഗ്ലാസ് കുടിച്ചിട്ടോ. ഞങ്ങളെ വയറ് ഫുള്ളായിരുന്നു, അപ്പോൾ കഴിച്ചില്ല. അന്ന് ഫ്രീ ആയിട്ടാണ് കേട്ടോ പായസം കൊടുത്തത്. ആരെയും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പോൺസറിങ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് പായസമൊക്കെ കഴിച്ച് അമ്മയുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. കസിൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചിറ്റമ്മയെ, അമ്മയുടെ അച്ഛൻ്റെ അനിയത്തീൻ്റെ മകളാണ് കേട്ടോ, ഭാമ വല്യമ്മ. അവരെ വീട്ടിലേക്ക് പോയി. കണ്ടപ്പോൾ വലിയ സന്തോഷമായിട്ടോ. അവിടുന്ന് ഒന്നും കഴിച്ചില്ല, കുറച്ച് വെള്ളം മാത്രമേ കഴിച്ചുള്ളൂ. എല്ലാവരെയും കാണുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമായി. പിന്നെ ഇത് ആ വീടിൻ്റെ മേലെ ഈ കോണീന്തൊക്കെ കണ്ടപ്പോൾ ബിൻകുട്ടൻ ഇഷ്ടം. പണ്ടത്തെ ചാണകം മെഴുകിയ നിലമൊക്കെയാണ് കേട്ടോ മേലെ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു പ്രത്യേക മരമാണ് നെട്ര പാലം എന്ന് പറഞ്ഞിട്ടേ. ഇപ്പം ഈ എന്താ പറയുക, നമ്മുടെ
തിരുനെല്ലിക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ട് കാളിന്തി നദിക്ക് കുറുകെ ഉണ്ടാക്കിയ പാലാണ് കേട്ടോ നെട്രാപ്പാലം. അവിടെ ഭയങ്കര തിരക്കാണ് പോലെ നെട്രാപ്പാലത്തിന്. അങ്ങനെ നെട്രാപ്പാലം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തറിയോ, അവിടെ ആ കാളിന്തി പുഴയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പണ്ട് ഈ കാളിന്തി പുഴയിൽ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതാകുമ്പോൾ ഞങ്ങൾ വയനാട്ടിൽ വരുമല്ലോ, അപ്പോൾ ഈ പുഴയിലൊക്കെ കുളിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി, നല്ല തണുത്ത വെള്ളം കേട്ടോ. എന്തായാലും ഈ കോഴിക്കോട് ചൂട് എവിടെ ഇല്ല, വയനാട്ടിലില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല കാറ്റും തണുപ്പുമാണ്. ഒരു ഉച്ച സമയമായിട്ട് പോലെ വലിയൊരു ചൂടൊന്നും നമുക്ക് തോന്നിയില്ല. പിന്നെ ഞാനും മോനും കുറച്ച് നേരമൊക്കെ വെള്ളത്തിലൊക്കെ കളിച്ചു, അങ്ങനെ കയറിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തൃശ്ശിലേരിക്ക് പോവുകയാണ്, അമ്പലത്ത് തൊഴാൻ വേണ്ടി. പോണ വഴിക്ക് അമ്മേൻ്റെ അനിയത്തിനെയും ഞങ്ങൾ വഴിക്കൊന്ന് കയറ്റിയിട്ടോ. അമ്മേൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ തൃശ്ശിലേരി അമ്പലം. അങ്ങനെ ഞങ്ങൾ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിലെത്തിയിട്ടോ. ഉച്ചയാവുന്നതോടുകൂടിയാണ് എത്തിയത്, ഒരു 11:30 ആകുമ്പോൾ. ഇതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ അനിയത്തി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ, തൊഴാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ അവിടെ എത്തി. പിന്നെ അവിടെ നിന്നൊക്കെ തൊഴുത് അവിടെ നിന്നാണ് കേട്ടോ ഊണ് കഴിച്ചത്. അമ്പലത്തിൽ ചോറുള്ളതുകൊണ്ട് അത് കഴിച്ചു. അങ്ങനെ ഇത് നേരത്തെ കണ്ട വല്യമ്മല്ലേ, ആ വല്യമ്മയുടെ അനിയത്തി, ഇതും അമ്മയുടെ കസിനാണ്. അവിടെ കയറി എല്ലാ ബന്ധുക്കളെ വീട്ടിലും കയറി കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവിടെ ചക്ക, പഴം, എന്തൊക്കെയാ അറിയില്ല, എല്ലാവരും പോകാനെ വയറ് നിറച്ച് കഴിച്ചു മതിയായി. ഇത് അമ്മേൻ്റെ ഒരു ആങ്ങളേൻ്റെ വീടാണ് കേട്ടോ, അവിടെയും പോയി. ഇതെൻ്റെ ചിറ്റമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെയും പോയി. എല്ലാ സ്ഥലത്തു നിന്നും ഭക്ഷണം കഴിച്ച് മതിയായി. എല്ലാ സ്ഥലത്തു നിന്നും ഫോട്ടോ എടുക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ല. കാരണം എന്താ അറിയോ, എല്ലാവരും വല്ല സ്നേഹം കൊണ്ട് ഇതാക്കുമ്പോൾ നമ്മൾ വർത്തമാനം പറയേണ്ട സമയത്ത് ഫോട്ടോ എടുത്ത് കളിക്കുക എനിക്കൊരു മടി. അതുകൊണ്ട് അങ്ങനെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങി നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വിശേഷങ്ങളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വയനാട് യാത്ര ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് എല്ലാവരെയും ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ബന്ധുക്കളെയൊന്നും വർത്തമാനം പറയുന്നതിനിടയിലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.